രമേശ് ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമസ്കാരം രമേശ് ചേട്ടാ നമസ്കാരം. നമസ്കാരം. രമേശ് ചേട്ടൻ ഈ വേദിയിൽ വരുമ്പോൾ എനിക്ക് വ്യക്തിപരമായൊരു വലിയ സന്തോഷമുണ്ട്. അത് ഞാൻ പ്രോഗ്രാം തുടങ്ങി എനിക്ക് സ്കൂളിലും ഒക്കെ ഉള്ളതിനപ്പുറത്തേക്കൊരു അല്ലാതൊരു പ്രോഗ്രാം കിട്ടി തുടങ്ങിയത് ആദ്യമായിട്ട് എനിക്ക് യൂണിവേഴ്സിറ്റി യുവനോത്സവത്തിൽ സമ്മാനം കിട്ടി, മിമിക്രിയിൽ സമ്മാനം കിട്ടി, ഇന്നയാളെന്ന് പറഞ്ഞ് പത്രത്തിൽ പടം വന്നപ്പോഴാണ് തൊട്ടടുത്ത പ്രദേശത്തൊക്കെ ഉള്ള നമ്മുടെ നാട്ടുകാരനാണ് യൂണിവേഴ്സിറ്റി പ്രൈസ് കിട്ടിയതെന്നും പറഞ്ഞ് എന്നെ പരിപാടിക്ക് വിളിച്ചു തുടങ്ങിയത്. അന്ന് എന്റെ പടം പത്രത്തിൽ വരാൻ കാരണമായ യൂണിവേഴ്സിറ്റി യുവനോത്സവത്തിലെ മിമിക്രിയുടെ ജഡ്ജാണ് രമേശ് കുറുമശ്ശേരി ചേട്ടൻ എന്ന് പറയുന്നത്. പണ്ട് തിരുവല്ലയില് സെന്റ് ജോൺ കത്തീഡ്രൽ ഹാളിൽ വെച്ചാണ് വിരസമായിക്കൊണ്ടിരിക്കുന്ന മിമിക്രി മത്സരം. മോണിക്ക ലെവൻസ്കി എന്ന വിഷയം അങ്ങോട്ട് കത്തി നിൽക്കുന്ന സമയം ഒരു നരുന്ത് പയ്യൻ അങ്ങോട്ട് കേറി ഈ ഐറ്റം അങ്ങോട്ട് അനൗൺസ് ചെയ്തപ്പോ തൊട്ട് അങ്ങോട്ട് കയ്യടിയാണ്. എന്റെ രോമം കയറി. അങ്ങനെ വിരസമായിരിക്കുന്ന ആ വേദി സമ്പന്നമാക്കിയത് ഈ പയ്യനാണ്. ഈ പയ്യനാണെന്ന് പറഞ്ഞാൽ അന്ന് രമേഷ് പിഷാരടി ആണോ എന്നൊന്നും എനിക്കറിയില്ലല്ലോ, നമ്പറല്ലേ കാണുള്ളൂ. അതെ, ചെസ് നമ്പർ. അപ്പോൾ പത്രക്കാരൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷൻ ഒരു സദ്യയാണെങ്കിൽ അതിൽ പ്രഥമനാണ് ആ പയ്യൻ. ആ പയ്യൻ ഭാവിയിൽ സിനിമയിലും സീരിയലിലൊക്കെ വളരെ ശ്രദ്ധേയനാവുമെന്ന് അന്ന് പ്രവചിച്ചു. അത് ഏതായാലും ആ വാക്ക് ഫലിച്ചിരിക്കുന്നു അല്ലേ? താങ്ക് യു വെരി മച്ച്. ഈ രമേശ് ചേട്ടാ അത് മാത്രമല്ല സാജു, നമ്മളൊക്കെ കണ്ടു വളർന്ന അല്ലേ ഈ VHS കാസറ്റുകളില് ഫിഗർ ബാലേന്ദ്ര മേനോൻ, ഇന്നസെന്റ് ഏട്ടൻ, മാമുക്കോയ എന്നൊക്കെ പറഞ്ഞ് ഫിഗറുകൾ കാണിക്കുന്ന കാസറ്റ് ഇറങ്ങുമ്പോൾ രമേശ് ചേട്ടന്റെ പ്രകടനം ഇപ്പോഴും വേണേ ഒന്ന് യൂട്യൂബ് അടിച്ചാല് യൂട്യൂബിൽ ഡയാനൊക്കെ ആദ്യം ഞാനൊക്കെ കാണുന്ന ചേട്ടനൊക്കെ ചെയ്താട്ടാ, ചേട്ടൻ ബാലേന്ദ്ര മേനോൻ ചേട്ടനൊക്കെ ചെയ്യണത്, ചേട്ടൻ ചെയ്തത്. എന്റെ വീടിന്റെ അവിടെ നേരെ ബാധിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ പ്രോഗ്രാം ചെയ്യാൻ ബാലേന്ദ്ര മേനോൻ തന്നെ മേനോനെ കാണുന്നത് ഞാൻ കറക്റ്റാ. അപ്പൊ അത്രയും ചെറുതായിരുന്നപ്പോ തൊട്ട് ചേട്ടന്റെ പ്രോഗ്രാം കാണണം ഞാനൊക്കെ. ഇപ്പോഴും ഈ ഒരു ലെവലിൽ നിന്നുകൊണ്ട് ചേട്ടന്റെ പ്രോഗ്രാം അല്ല ചേട്ടനോട് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത് തന്നെ ഞങ്ങളുടെയൊക്കെ വലിയ ഭാഗ്യമായിട്ട് കാണാനാണ്. കല്യാണ സൗന്ദര്യം എന്ന് പറയുന്ന പോപ്പുലർ ആയിട്ടുള്ള മലയാളം സിനിമയിൽ ജഗതി ശ്രീകുമാറിന് ഡബ് ചെയ്തിരിക്കുന്നത് രമേശ് കുറുമശ്ശേരി ചേട്ടൻ. അത് ഇന്ന് പറഞ്ഞില്ല, പലർക്കും അറിയത്തില്ല. 21 വർഷം മുമ്പ് അത്രയും ഡബ് ചെയ്ത് അത്ര പെർഫെക്റ്റ് ആയിട്ട് ഡബ് ചെയ്ത് വെച്ചേക്കുന്നത് വിനയൻ സാറിന്റെ പടത്തില് ജഗതി ചേട്ടൻ. അന്ന് ജഗതി ചേട്ടൻ തിരക്കാണ്. ആ സമയത്ത് രമേശ് ചേട്ടൻ അത് ഡബ് ചെയ്യുന്നു. അതുപോലെ ക്രിസ്മസ്, നമ്മളിവിടെ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡ് എടുത്തപ്പം കരോൾ ഗാനങ്ങൾക്ക് സിനിമാ പാട്ടുകളുടെ പാട്ട് വന്നല്ലോ, അത് ആദ്യമായിട്ട് ചെയ്തത് രമേശ് ചേട്ടനാണ്. അതിനു മുമ്പ് പള്ളിപ്പാട്ടുകളായിരുന്നപ്പോൾ ഈ കരോൾ ഗാനങ്ങൾക്ക് സിനിമാ പാട്ടുകളുടെ ഈണത്തിന് കരോൾ ഗാനങ്ങൾ എഴുതിയതിന്റെ ഓഡിയോ കാസറ്റ് ഇറക്കുമായിരുന്നു രമേശ് കുറുമശ്ശേരി ചേട്ടന്റെ പേരില്. അയ്യപ്പ ഭക്തി ഗാനമാകുമ്പോ സിനിമാ പാട്ടുകളുടെ ഈണത്തില് അയ്യപ്പ ഭക്തി ഗാനത്തിന്റെ കാസറ്റ് ഇറക്കുമായിരുന്നു രമേശ് ചേട്ടൻ. വേറെ എന്തൊക്കെയാണ് രമേശ് ചേട്ടൻ, വേറെ എന്തൊക്കെയോ പരിപാടികളിൽ രമേശ് ചേട്ടൻ എഴുത്തും പരിപാടികളും. ഈ അടുത്ത് നമ്മുടെ എനിക്ക് ഒരു മഹാഭാഗ്യം എന്ന് പറയാം, അദ്ദേഹത്തിന്റെ ഒരു നിർഭാഗ്യം നമുക്കൊരു മഹാഭാഗ്യം. അതായത് ജഗതി ചേട്ടൻ ഇന്ത്യ തന്നെ കണ്ടിട്ടുള്ള അതുല്യ നടന്മാരിൽ ഒരാളാണ് ജഗതി ചേട്ടൻ. അദ്ദേഹത്തിന് ഈ അടുത്ത ആക്സിഡന്റ് പറ്റിയപ്പോൾ അദ്ദേഹം അഭിനയിച്ച തിരുവമ്പാടി തമ്പാൻ, മധുര ബസ്, ഏഴാം സൂര്യൻ, എൻ്റെ സിനിമ, കൗബോയ്, ഈ സിനിമകളിലൊക്കെ അദ്ദേഹത്തിന് ശബ്ദം കൊടുക്കാൻ വീണ്ടും ഒരു അവസരം കിട്ടി. രമേശ് ചേട്ടനാണ് ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല ഒരുപാട് സിനിമകളിൽ രമേശ് ചേട്ടൻ മികച്ച വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ക്രിപ്റ്റ് എഴുതും. ഓഡിയോ കാസറ്റുകൾ കത്തി നിൽക്കുന്ന സമയത്തും തുടക്കത്തിൽ ഒരുപാട് കാസറ്റുകൾക്ക് രമേശ് ചേട്ടൻ തിരക്കഥയും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടില്ലേ? അത് നമ്മുടെ ഹരി, നിങ്ങളുടെ ഡയറക്ടർ, അദ്ദേഹം പറഞ്ഞു പുള്ളി ആദ്യമായിട്ട് ശബരിമല ചെന്നിട്ട് ആദ്യമായിട്ട് വാങ്ങിയ കാസറ്റ് എൻ്റെ പാരഡി കാസറ്റാണെന്ന് പറഞ്ഞു. അത് രുദ്രാക്ഷമാല എന്ന് പറഞ്ഞൊരു കാസറ്റായിരുന്നു. അതില് ആദ്യത്തെ പാട്ട് അന്ന് തേന്മാവിൻ കുമ്പത്തൊക്കെ ഹിറ്റായിരിക്കുന്ന സമയമാണ്. കറുത്ത മുണ്ടും രുദ്രാക്ഷമാലയും ചാർത്തിക്കൊണ്ടേ വരുന്നു ഞങ്ങൾ കന്നി അയ്യപ്പന്മാരാ ഞങ്ങൾ. അങ്ങനെ നല്ല ഒരു പാട്ടാണ് തുടക്കമിട്ടത്. അതിനെ പാരഡി എന്ന് പറയാൻ പറ്റത്തില്ല, അത്ര ഗംഭീരമായിട്ട് അന്ന് അത് വലിയ പുതുമയാണ്. അപ്പൊ അതിൽ തന്നെ അന്ന് മറ്റേ കാബുളിവാല ഹിറ്റായിരിക്കുന്ന സമയം, പമ്പയാറിലും ഒന്ന് മുങ്ങണം, പാപദോഷങ്ങൾ ഒന്നിനീ മാറ്റണം, ദുഃഖവും ദുരിതങ്ങളും മാറുവാൻ അയ്യനേ. അത് ഷെറീഫ് പാടിയ പാട്ടാണ്. അപ്പൊ ഈ രണ്ട് പാട്ടാണ് നമ്മൾ ആദ്യം ഇട്ടത് കാസറ്റിന്റെ. പക്ഷെ ഹിറ്റായത് അതല്ല, സന്നിധാനത്തിനവര് വെച്ച അന്ന് നമ്മുടെ മുക്കാബിലെ ഹിറ്റായിരിക്കുന്ന സമയമാണ്. അപ്പോൾ അവിടെ ഹിറ്റായ പാട്ട് സ്വാമിയേ അയ്യപ്പനേ ശരണം.
സീരിയലുകൾ എത്ര എണ്ണം ഉണ്ട് രമേശ് ചേട്ടാ? സീരിയൽ മിന്നുകെട്ടാണ് ഏറ്റവും ഹിറ്റായിരുന്നത്. 1134 എപ്പിസോഡ് പോയ മിന്നുകെട്ടിൽ ഒരു ആദിത്യൻ എന്ന് ചെയ്തിരുന്നു. പിന്നെ എത്ര വർഷമായി രമേശ് ചേട്ടൻ മൊത്തം ഫീൽഡില്? ഞാനിപ്പോ മിമിക്രിയിൽ 40 വർഷമായി. എനിക്ക് 4 വയസ്സ്. അതായത് 81, 83 ഞാൻ ശ്രീശങ്കര കോളേജ് കാലടിയിൽ പഠിക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ പത്മശ്രീ ജയറാം അവിടെ സെക്കൻഡ് ഇയർ പഠിക്കുന്നു. ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ അദ്ദേഹം സെക്കൻഡ് ഇയർ. ഞങ്ങൾ ഒരുമിച്ച് മിമിക്രി മത്സരിച്ചിട്ട് എനിക്ക് ഫസ്റ്റും കിട്ടി, അദ്ദേഹത്തിന് സെക്കൻഡും കിട്ടി. രമേശ് ചേട്ടന് വളരെ മാർക്കറ്റ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ രമേശ് ചേട്ടൻ കാണിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കൈഡി കിട്ടിയിരുന്ന എന്തെങ്കിലും ഒരു പ്രകടനം ഞങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കാമോ? എനിക്കൊരു എൻട്രി കിട്ടിയത് 81. അന്ന് ക്യാൻസറും ലൈംഗിക രോഗങ്ങളും എന്ന് പറഞ്ഞ സിനിമ ഹിറ്റായിരുന്നു. അപ്പോൾ അതിൽ PK എബ്രഹാമാണ് പ്രധാന അധ്യാപകൻ. അപ്പൊ PK എബ്രഹാം പ്രധാന അധ്യാപകനും മലയാള സിനിമയിലെ കുറെ താരങ്ങള് വിദ്യാർത്ഥികളുമായിട്ടുള്ള ആ ക്ലാസ്, ആ ഒരു ഐറ്റമാണ് എന്നെ മിമിക്രിയിൽ ഉറപ്പിച്ച് നിർത്തിയ ഒരു ഐറ്റം. അപ്പൊ അതിൽ എല്ലാ നടന്മാരുടെ ഡയലോഗൊന്നും ഇപ്പൊ ഓർമ്മയില്ല. എന്നാലും PK എബ്രഹാം, പുതിയ തലമുറ അറിയില്ലായിരിക്കും PK എബ്രഹാമിനെ. ഒട്ടുമിക്ക സിനിമയിലും ഹാർട്ട് പേഷ്യന്റ് ആയിട്ടാണ് അഭിനയിക്കുക. ശാലിനി എന്റെ കൂട്ടുകാരിയിലൊക്കെ ശോഭയുടെ അച്ഛനായിട്ട് അഭിനയിച്ച ആളാണ്. അപ്പോ നമ്മൾ ഇത്ര നേരം പറഞ്ഞു വന്നത് സിബിലിസ് എന്ന രോഗത്തെക്കുറിച്ചുള്ള കാരണങ്ങളും അതിൻ്റെ പ്രതിവിധികളുമാണല്ലോ. ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറയാം. എന്താ സുകുമാര, തനിക്ക് വല്ലതും പറയാനുണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? ഒരു തെറ്റ് ആർക്കും സംഭവിച്ചേ, പക്ഷേ 4 പേരുടെ മുമ്പിൽ വെച്ച് എന്നെ അപമാനിക്കണ്ടായിരുന്നു. അതിന് സുകുമാരൻ ഈ രോഗമുണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായമല്ലേ ചോദിച്ചുള്ളൂ. എന്താ പപ്പു, തനിക്ക് വല്ലതും പറയാനുണ്ടോ? അല്ലേ, ഇതിന്റെ രോഗാണുക്കൾ എങ്ങനെ ഈ ആനയുടെ അത്രയ്ക്കുണ്ട്, അത് ഈ കൊതുകിന്റെ അത്രയ്ക്ക്. എൻ്റെ പപ്പു, ഇതിൻ്റെ രോഗാണുക്കളെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കില്ല. വളരെയേറെ ശക്തിയേറിയ മൈക്രോസ്കോപ്പിൽ കൂടിയേ കാണുകയുള്ളൂ. അത് ശരി, അപ്പൊ രക്ഷപ്പെട്ട്. അല്ലേ, എനിക്കൊരു സംശയം, ഇതെന്താ പകരുന്ന രോഗമാണോ? അതെന്താ മാളെ അങ്ങനെ ചോദിച്ചത്? അല്ലേ, ഞാൻ ഈ സുകുമാരനും പപ്പുവിന്റെ ഇടയ്ക്കാണ് ഇരിക്കണേ, അതുകൊണ്ട് ചോദിച്ചെന്നുള്ളൂ. എൻ്റെ മാളെ, ഇത് പകരുന്ന രോഗമാണ്, പക്ഷേ അടുത്തിരുന്നാലൊന്നും പകരില്ല. ഈ ഒരു ഐറ്റമാണ് എനിക്ക് എൻട്രി കിട്ടിയ. പിന്നെ നമ്മുടെ ജഗതി ചേട്ടൻ്റെ ശബ്ദം എല്ലാവർക്കും കിലുക്കത്തിലെ ജഗതിയായിരിക്കും. ജഗതി എന്ന് പറഞ്ഞാൽ ഓർമ്മ വരുന്നത് എന്തോന്നട ഇത്, മിന്നാമിന്നിങ്ങനെ നുറുങ്ങു വെട്ടം വലിച്ചൊന്നും ഇല്ലേ? മണ്ണെണ്ണയ്ക്ക് തീർന്നോ? അതെങ്ങനെ വാങ്ങിച്ചു വെക്കാൻ ഞാനും തീർക്കാൻ തെയ്യും. ആ ഗ്ലാസും വെള്ളോട് എന്തിനാ 2 ഗ്ലാസ്? ഞാനേ അണിക്കുന്നുള്ളൂ. ഞാൻ അണിച്ച് ഒരു ലെവലാകുമ്പോൾ മിച്ചമുണ്ടെങ്കിൽ നീ അണിച്ചാൽ മതി. എടാ, എച്ചി എപ്പോഴും എച്ചി തന്നെ ആയിരിക്കും, ദരിദ്രവാസി എപ്പോഴും ദരിദ്രവാസി തന്നെ ആയിരിക്കും.